Today, our topic is about procedure for magnetic particle inspection technique. These are the procedures. First one is component pre-cleaning. Second one is introduction of magnetic field. Third one is application of magnetic media. And last one is interpretation of magnetic particle indications. അപ്പോൾ നമ്മളിനി മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ മെത്തേഡിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, നമ്മൾ ലിക്വിഡ് പെനട്രൻ്റ് ഇൻസ്പെക്ഷനിലെ പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ പോലെ തന്നെ ഇവിടെയും നമുക്കൊരു പ്രൊസീജിയറുണ്ട്. ആ വേയിലാണ് നമ്മൾ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ നടത്തുക. വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം പ്രീ ക്ലീനിങ് ആണ്. പ്രീ ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ സർഫസ്, നമ്മുടെ സ്പെസിമെൻ ടെസ്റ്റ് ചെയ്യേണ്ട സ്പെസിമെൻ ആദ്യം ക്ലീൻ ചെയ്യുക. അതിൽ എന്തെങ്കിലും ഡേർട്ടോ അല്ലെങ്കിൽ ഫോറിൻ മെറ്റീരിയൽസോ ഉണ്ടെങ്കിൽ അതിനെല്ലാം റിമൂവ് ചെയ്ത് റസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്തേക്കുക. വെൻ ഇൻസ്പെക്ടിങ് എ ടെസ്റ്റ് പാർട്ട് വിത്ത് ദ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ മെത്തേഡ്, it is essential for the particles to have an unembedded path for migration to both strong and weak leakage fields alike. The part surface should be clean and dry before inspection. Contaminants such as oil, grease or scale may not only prevent particles from being attracted to leakage fields, they may also interfere with the interpretation of indications. അതായത് നമ്മൾ സർഫസ് നന്നായിട്ട് ക്ലീൻ ചെയ്തില്ല എങ്കിൽ അത് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അയൺ പാർട്ടിക്കിൾസ് നമ്മൾ സ്പ്രിങ്കിൾ ചെയ്യുന്ന സമയത്ത് അതിന് പ്രോപ്പറായിട്ട് അതിന് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അതുമാത്രമല്ല, നമുക്ക് കിട്ടുന്ന ഇൻഡിക്കേഷൻ കറക്റ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് പ്രോപ്പറായിട്ട് നമ്മൾ ആദ്യം ഈ നമ്മുടെ സ്പെസിമെൻ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. In order to identify the defects, it is necessary to remove rust, flakes, grease from the surface of inspection. അപ്പോൾ നമുക്ക് സർഫസ് ചെയ്യേണ്ട, അതായത് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആ ഒരു സ്പെസിമെൻ്റെ സർഫസ് ക്ലീൻ ചെയ്തിരിക്കണം. If the surface is not cleaned thoroughly, it will restrict the free movement of the magnetic particles and being captured at the leakage area. അപ്പോൾ മാഗ്നറ്റിക് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് സ്മൂത്ത് ആക്കാൻ സർഫസ് ക്ലീൻ ആക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ആദ്യം നമ്മൾ സർഫസ് ക്ലീൻ ചെയ്തു, അതിനുശേഷം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മുടെ സ്പെസിമെനെ വെക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ പല മെത്തേഡ്സ് ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പം നമ്മൾ ആ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മുടെ സ്പെസിമെനെ വെക്കുന്നു. അതാണ് സെക്കൻഡ് മെത്തേഡ്, സെക്കൻഡ് സ്റ്റെപ്പ്. The required magnetic field can be introduced into a component in a number of different ways, using a permanent magnet or an electromagnetic, by flowing an electric current through the specimen or electric current through a coil of fire. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ പെർമനൻറ്റ് മാഗ്നറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് യൂസ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ഏത് സ്പെസിമെനാണോ ടെസ്റ്റ് ചെയ്യേണ്ടത് ആ സ്പെസിമെനിൽ കൂടെ കറണ്ട് കടത്തി വിടാം. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോയിലിൽ കൂടെ കറണ്ട് ഇട്ടുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ എനിവേ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. അപ്പോൾ ആ രീതിയിൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ട് ആ ഫീൽഡിൽ നമ്മൾ സ്പെസിമെൻ വയ്ക്കുന്നു. ഈ കാണുന്നത് പല മെത്തേഡ്സാണ്. ഇത് നമ്മളൊരു കോയിൽ യൂസ് ചെയ്തുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നു. ഇത് നമുക്ക് വേണ്ട സ്പെസിമെനിൽ കൂടെ തന്നെ കറണ്ട് വിട്ടുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നു. ഇത് നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റിക് യോക്ക് യൂസ് ചെയ്തുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഇനി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന് ഡയറക്ഷൻ നമ്മളിവിടെ രണ്ട് ഡയറക്ഷനിലുള്ള മാഗ്നറ്റിക് ഫീൽഡിനാണ് കൊടുക്കുക. ഒന്ന് ലോങ്ങിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ ടൈപ്പ്. ഈ കാണുന്നതാണ് ലോങ്ങിറ്റ്യൂഡിനൽ ഡയറക്ഷനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്. ഇത് സർക്കുലർ ഡയറക്ഷനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്. നമുക്കറിയാം മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ മെത്തേഡിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ക്രായ്ക്കും ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്നുള്ളതാണ്. അത് രണ്ടും പാരലായി കഴിഞ്ഞാൽ നമുക്ക് ക്രായ്ക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊടുക്കുന്ന ഫീൽഡിൻ്റെയും അതുപോലെ തന്നെ ക്രാക്കിൻ്റെയും എങ്ങനെയാണ് അവർ തമ്മിൽ പെർപെൻഡിക്കുലർ ആണോ അല്ലയോ എന്നുള്ളതിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി നമുക്കിവിടെ ജനറേറ്റ് ചെയ്യുക, നമ്മൾ ഈ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ മെത്തേഡിൽ ജനറേറ്റ് ചെയ്യുക ലോങ്ങിറ്റ്യൂഡിനലും സർക്കുലർ ടൈപ്പ് മാഗ്നറ്റിക് ഫീൽഡാണ്.
ഇനി അതെങ്ങനെ ജനറേറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എനിവേ, ടു ജനറൽ ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്സ് ലോങ്ങിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ മേ ബി എസ്റ്റാബ്ലിഷ്ഡ് വിത്തിൻ ദ സ്പെസിമെൻ. അപ്പം നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആ സ്പെസിമെനിൽ കൂടെ ഒന്നുകിൽ ലോങ്ങിറ്റ്യൂഡിനൽ ടൈപ്പ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും പോവുക, അല്ലെങ്കിൽ സർക്കുലർ ടൈപ്പ് ആയിരിക്കും. ഇതായിരിക്കും നമ്മുടെ സ്പെസിമെൻ എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ സർക്കുലർ ടൈപ്പ് മാഗ്നറ്റിക് ഫീൽഡോ അല്ലെങ്കിൽ ലോങ്ങിറ്റ്യൂഡിനൽ ടൈപ്പ് കൊടുക്കാം. A longitudinal magnetic field has magnetic lines of force that run parallel to the long axis of the part. അപ്പോൾ ഈ കാണുന്നതാണ് ആക്സിസിന് പാരലായിട്ട് ലൈൻസ് പോകുന്നു. A circular magnetic field has magnetic lines of force that run circumferentially around the perimeter of a part. ഈ കാണുന്ന രീതിയിൽ മാഗ്നറ്റിക് ലൈൻസ് കടന്നു പോകുന്നു പാർട്ടി കൂടെ, നമുക്ക് നമ്മുടെ സ്പെസിമെനിൽ കൂടെ. ഇനി ഈ കാണുന്നത് നമുക്ക് എങ്ങനെ ഒരു സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഈ കാണുന്നൊരു കണ്ടക്ടറാണ്. ആ കണ്ടക്ടറിൽ കൂടെ നമ്മൾ കറണ്ട് ഫീൽഡ് കൊടുക്കുന്നു. കറണ്ട് ഫീൽഡ് കൊടുക്കുമ്പോൾ ഒരു ഇലക്ട്രിക് കറണ്ട് കൊടുക്കുന്നു. ആ ഇലക്ട്രിക് കറണ്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നു. അതൊരു സർക്കുലർ ടൈപ്പ് മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടി നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ തമ്പിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷനാണ്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള ഫിംഗേഴ്സ് ആ കാണിക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ എനിവേ, ഇത്തരത്തിൽ നമുക്ക് ഒരു സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ കാണുന്നതും സെയിം കാര്യം തന്നെയാണ്. നമ്മളൊരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നു. അതിൻ്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടി നമ്മൾ ഈ തമ്പ് റൂൾ യൂസ് ചെയ്യുന്നു. ഇനി ഇവിടെയും സെയിം കാര്യം തന്നെയാണ്. ഒരു കണ്ടക്ടറുണ്ട്. ആ കണ്ടക്ടറിൽ കൂടെ കറണ്ട് കടത്തി വിടുന്നു. അപ്പോൾ ഇവിടെ കണ്ടക്ടറിൻ്റെ ഈ ഷേപ്പ് ഈ ഒരു രീതിയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയും സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നു. അപ്പോൾ ഒരു വലിയ തിന്നായിട്ടുള്ള ഒരു ഷീറ്റാണ്. അപ്പോൾ ആ ഷീറ്റാണ് നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടത് എങ്കിൽ, അല്ലെങ്കിൽ MBA ടെസ്റ്റ് നടത്തേണ്ടതെങ്കിൽ ഇത്തരത്തിലൊരു രീതിയിലൊരു ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ മാഗ്നറ്റിക് ഫ്ലക്സ്, അതായത് രണ്ട് സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. അതിൻ്റെ ബേസിൽ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഇനി ഈ കാണുന്നൊരു കോയിലാണ്. നമുക്ക് സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ലോങ്ങിറ്റ്യൂഡിനൽ മാഗ്നറ്റിക് ഫീൽഡ് വേണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുക ഒരു സോളിനോയിഡാണ്. അപ്പോൾ ആ സോളിനോയിഡിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമുക്ക് ലോങ്ങിറ്റ്യൂഡിനൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നു. ഈ കാണുന്ന രീതിയിൽ ലോങ്ങിറ്റ്യൂഡിനൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നു. ഇനി ആ കോയിലിലേക്ക് കറണ്ട് പ്രവേശിക്കുന്ന ഏത് ഡയറക്ഷനെ ആശ്രയിച്ചിരിക്കും ആ കോയിലിൻ്റെ എൻഡുകളിലെ നോർത്തും സൗത്തും. കറണ്ടിൻ്റെ ഡയറക്ഷനെ ആശ്രയിച്ചാണ് നോർത്തും അതുപോലെ സൗത്തും ആ കോയിലിൻ്റെ എൻഡുകളിൽ വരിക. അപ്പോൾ അതുകൊണ്ട് കറണ്ട് ഒരു ഡയറക്ഷനിൽ കൊടുത്താൽ ഒരു ഡയറക്ഷൻ നോർത്തും മറ്റൊരു ഡയറക്ഷനിൽ സൗത്തും ആയിരിക്കും. ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്താൽ ആ നോർത്ത് സൗത്ത് പോള് ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഈ കാണുന്ന കോയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാം. അങ്ങനെ ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഈ രീതിയിലുള്ള ഒരു ലോങ്ങിറ്റ്യൂഡിനൽ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും കിട്ടുക. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ, അത് നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു. ലൈൻസ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ലോങ്സ്റ്റ് ഡയമെൻഷൻ ഓഫ് ദി ഡിഫക്റ്റ്. അതായത് ഡിഫക്റ്റിൻ്റെ ആ ഒരു ഡയറക്ഷൻ, അല്ലെങ്കിൽ ഡിഫക്റ്റ് എങ്ങനെയാണോ, ഡിഫക്റ്റും ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കണം. എങ്കിൽ നമുക്ക് മാക്സിമം സെൻസിറ്റിവിറ്റി ആയിരിക്കും. ആ സമയത്ത് നമുക്ക് ഡിഫക്റ്റ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഈ ഇൻക്ലിനേഷൻ കുറയും തോറും, അതായത് 90 ഡിഗ്രി താഴ്ന്നൊരു 0 ഡിഗ്രിയിലേക്കോ അല്ലെങ്കിൽ 0യ്ക്ക് അടുത്ത ഡിഗ്രിയിലേക്കോ പോകും തോറും നമുക്ക് ഈ ഇൻഡിക്കേഷൻ കുറയും. അതായത് നമുക്ക് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല ആ ക്രാക്കിനെ. ഓക്കെ, അപ്പോൾ ആംഗിൾ കുറയും തോറും ഈ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ആ ഒരു പർട്ടിക്കുലർ ക്രാക്കിൻ്റെ ഏരിയയിൽ കൂടുന്നതിൻ്റെ എമൗണ്ട് കുറയും. അപ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് എപ്പോഴും ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും അതുപോലെ തന്നെ ക്രാക്കും തമ്മിൽ പെർപെൻഡിക്കുലർ ആവുന്ന രീതിയിൽ നമ്മൾ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് സപ്ലൈ പോവുക എന്നുള്ളത് പറയുക. ഇനി
orientation of 45 to 90 degrees between the magnetic field and the defect is necessary to form an indication. അതായത് 90 തൊട്ട് 45 ഡിഗ്രി വരെയുള്ള റേഞ്ചിലാണ് ഈ ഇൻക്ലിനേഷൻ, അതായത് മാഗ്നറ്റിക് ലൈൻസും ക്രായ്ക്കും തമ്മിലുള്ള ഇൻക്ലിനേഷൻ ആംഗിൾ ഒരു 45നും 90ക്കും ഇടയ്ക്കാണെങ്കിൽ നമുക്കതൊരു വിസിബിൾ ഇൻഡിക്കേഷനാണ്. എന്നാൽ 45ന് താഴെ പോകും തോറും നമുക്ക് ആ ഒരു ഇൻഡിക്കേഷൻ്റെ ക്ലാരിറ്റി കുറയും. ഓക്കെ, ഇനി നമ്മളൊരു പാർട്ട് എടുത്തു, ആ പാർട്ടിൽ ക്രായ്ക്കുണ്ട്, പക്ഷേ ആ ക്രായ്ക്കിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. സം ഡിഫക്റ്റ് മേ ഒക്കർ ഇൻ വേരിയസ് ആൻഡ് അൺനോൺ ഡയറക്ഷൻ. അങ്ങനെയുള്ള കേസിൽ ഈച്ച് പാർട്ട് ഈസ് നോർമലി മാഗ്നറ്റൈസ്ഡ് ഇൻ 2 ഡയറക്ഷൻസ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ. ഒരു പാർട്ട് എടുത്തു, ആ പാർട്ടിൽ നമുക്ക് ഈ കാണാം ഈ രീതിയിൽ 2 ക്രായ്ക്കുണ്ട്. ഒരു ക്രായ്ക്ക്, ആ ക്രായ്ക്ക് ഹൊറിസോണ്ടലാണ്, ഈ ഒരു ക്രായ്ക്ക് 45 ഡിഗ്രി ചെരിഞ്ഞിരിക്കുന്നു, ഈ ഒരു ക്രായ്ക്ക് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് വെർട്ടിക്കലാണ്. അപ്പോൾ നമുക്ക് ഈ 3 ക്രായ്ക്കും ഡിറ്റക്റ്റ് ചെയ്യണം. അപ്പം ഞാൻ ലോങ്ങിറ്റ്യൂഡിനായിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് കൊടുക്കുകയാണെങ്കിൽ ഈ ക്രായ്ക്കും എനിക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും, ബട്ട് ഈ ക്രായ്ക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇനി എഗെയിൻ ഞാൻ സർക്കുലർ ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഈ ക്രായ്ക്ക് ഡിറ്റക്റ്റ് ചെയ്യാം, ഇതും ഡിറ്റക്റ്റ് ചെയ്യാം, ബട്ട് ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം സർക്കുലാറിൽ വരുമ്പോൾ ഇത് പാരലായി പോകും. അപ്പോൾ ഇതുപോലെ ഒരു അൺനോൺ ആയിട്ടുള്ള ഡയറക്ഷനിലുള്ള ക്രാക്സ് ആണ് ഒരു മെറ്റീരിയൽ ഉള്ളത് എങ്കിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെ ലോങ്ങിറ്റ്യൂഡിലും സർക്കുലാറും കൊടുത്തുകൊണ്ട് ഈ പല ഡയറക്ഷനിലുള്ള ക്രായ്ക്കുകളെ കണ്ടെത്തും. ഇപ്പോൾ ലോങ്ങിറ്റ്യൂഡിൽ കൊടുക്കുകയാണെങ്കിൽ ഇതും ഈ ക്രായ്ക്കും ഡിറ്റക്റ്റ് ചെയ്യാം, ഇത് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ദെൻ സർക്കുലാർ കൊടുത്താൽ ഇത് ഡിറ്റക്റ്റ് ചെയ്യാം, ഇതും ഡിറ്റക്റ്റ് ചെയ്യാം, ഈ 45 ഡിഗ്രി ഇരിക്കുന്ന ഇത് ഡിറ്റക്റ്റ് ചെയ്യാം, ബട്ട് ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് 90 ഡിഗ്രി സർക്കുലാറും ലോങ്ങിറ്റ്യൂഡിലും ആക്കിക്കൊണ്ട് നമുക്ക് ഡിഫക്റ്റുകൾ കണ്ടെത്താൻ സാധിക്കുന്നു. ഓക്കെ, അത് തന്നെയാണ് ഈ രീതിയിലും കാണിച്ചിരിക്കുന്നത്. 3 ടൈപ്പ് ഓഫ് ക്രായ്ക്കുകൾ അതിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നു ഇല്ല. ഈ ഇവിടെ ഡയറക്റ്റ് നോക്കിയാൽ കാണാം, ഫ്ലക്സ് ലൈൻസും ക്രായ്ക്കും ഓൾമോസ്റ്റ് പാരലാണെങ്കിൽ നമുക്കത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, മറിച്ച് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ 2 രീതിയിലാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് സപ്ലൈ ചെയ്യുക, ഒന്ന് ലോങ്ങിറ്റ്യൂഡിലും ഒന്ന് സർക്കുലറായിട്ടും. അപ്പോൾ സർക്കുലറായിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം, ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് കടത്തിവിടും. ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് കടത്തിവിടുമ്പോൾ നമുക്ക് സർക്കുലർ ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. ഇനി ഒരു ലോങ്ങിറ്റ്യൂഡലായിട്ടുള്ള മാഗ്നറ്റിക് ലൈൻസാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മളൊരു ആ കോയിലിൽ കൂടെ കറണ്ട് കടത്തിവിടും. ഓക്കെ, അപ്പോൾ ഇത് ലോങ്ങിറ്റ്യൂഡൽ ട്രാൻസ്ഫേഴ്സ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്രായ്ക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ളത് സർക്കുലറാണ്. ഈ ഒരു ക്രായ്ക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമുക്ക് ഈ ഒരു ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് ലൈൻസ് ആണ്. അതായത് എപ്പോഴും ക്രായ്ക്കിന് പെർപെൻഡിക്കുലർ ആയിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ മാഗ്നറ്റിക് ലൈൻസ് പ്രൊവൈഡ് ചെയ്യാൻ. ഇനി പ്രൊഡ്യൂസിങ് എ ലോങ്ങിറ്റ്യൂഡിനൽ മാഗ്നറ്റിക് ഫീൽഡ് യൂസിങ് എ കോയിൽ. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ലോങ്ങിറ്റ്യൂഡിനൽ മാഗ്നറ്റിക് ഫീൽഡ് വരാൻ വേണ്ടി നമ്മൾ ഒരു കോയിൽ ഉണ്ടാകും, ആ കോയിലിൽ കൂടെ കറണ്ട് കടത്തിവിടും. ആ കറണ്ട് കടത്തിവിടുമ്പോൾ നമുക്ക് ഈ കാണുന്ന രീതിയിൽ ഒരു ലോങ്ങിറ്റ്യൂഡിനൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. അപ്പോൾ എ ലോങ്ങിറ്റ്യൂഡിനൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് യൂഷ്വലി എസ്റ്റാബ്ലിഷ്ഡ് ബൈ പ്ലേസിങ് ദ പാർട്ട് നിയർ ദ ഇൻസൈഡ് എ കോയിൽസ് ആനുലസ്. ഇതാണ് നമ്മുടെ സ്പെസിമെൻ എങ്കിൽ ആ സ്പെസിമെൻ ഈ കാണുന്ന കോയിലിൻ്റെ ഇടയ്ക്ക് വെക്കും. അപ്പോൾ കോയിലിൻ്റെ ഇടയ്ക്ക് വെക്കുമ്പോൾ കോയിലിൽ കൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ കോയിലിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മുടെ സ്പെസിമെൻ ഉണ്ടാവുക. അങ്ങനെ സ്പെസിമെൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഈ കാണുന്നതാണ് കോയിൽ, ഇതും കോയിലാണ്. അപ്പോൾ കോയിലിനിടയ്ക്ക് ആയിരിക്കും നമ്മൾ നമ്മുടെ സ്പെസിമെൻ എന്താണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അത് വെക്കുക. ഈ കാണുന്നതും സെയിം ആണ്, കോയിലുണ്ട്, ആ കോയിൽ ഇടയ്ക്ക് നമ്മൾ സ്പെസിമെൻ വെക്കുന്നു. അപ്പോൾ ക്രായ്ക്ക് ഉണ്ട് എങ്കിൽ ക്രായ്ക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ കൂടുതലും ഈ മാഗ്നറ്റിക് ലൈൻസിനും ഈ ക്രായ്ക്കും പെർപെൻഡിക്കുലർ ആയിരിക്കുന്ന കേസിലുള്ള വരുന്ന ക്രായ്ക്കുകളായിരിക്കും നമുക്ക് കൂടുതലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക.
ഓക്കെ. ഇനി നമുക്ക് പ്രൊഡ്യൂസിങ് എ ലോങ്ങിറ്റ്യൂഡിനൽ ഫീൽഡ് യൂസിങ് പെർമനൻറ്റ് ഓർ ഇലക്ട്രോ മാഗ്നറ്റ്. അപ്പം നമ്മൾ ഓൾറെഡി കണ്ടു കോയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലോങ്ങിറ്റ്യൂഡിനൽ ഫീൽഡ് സപ്ലൈ ചെയ്യുന്നത്. പക്ഷെ അതുകൂടാതെ നമുക്ക് പെർമനൻറ്റ് മാഗ്നറ്റോ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റോ യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് ലോങ്ങിറ്റ്യൂഡിനൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പെർമനൻറ്റ് മാഗ്നറ്റ്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് യോക്സ് ആർ ഓൾസോ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എ ലോങ്ങിറ്റ്യൂഡിനൽ മാഗ്നറ്റിക് ഫീൽഡ്. നമുക്കത് കാണാം. ഈ കാണുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് യോക്ക്. അപ്പോൾ അതാണ് ഈ ഡയഗ്രത്തിൽ കാണുന്നത്. ഇത്തരത്തിൽ ഈ യോക്ക് വെച്ചിരുന്നു. യോക്ക് വെക്കുമ്പോൾ നോർത്തും സൗത്തും പോളുണ്ട്. നമുക്ക് ഫ്ലക്സ് ലൈൻസ് കാണാം. ഇനി ഇതിനിടയ്ക്ക് ഈ പ്ലേറ്റിൽ എവിടെയെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ഇവിടെയും സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് അല്ല, ലോങ്ങിറ്റ്യൂഡിനൽ മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് യോക്ക് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്. നമുക്കടുത്തത് സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും അത് നമ്മൾ കണ്ടാണ്. സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ പാസിംഗ് കറണ്ട് ത്രൂ എ പാർട്ട് ഓർ ബൈ പ്ലേസിംഗ് ദ പാർട്ട് ഇൻ എ സ്ട്രോങ് സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്. നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് നമ്മുടെ സ്പെസിമെൻ ടെസ്റ്റ് ചെയ്യാം. ഒന്ന്, നമുക്ക് സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കണമെങ്കിൽ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഒരു റോഡിൽ കൂടെ കറണ്ട് കടത്തി വിടുന്നു. കറണ്ട് കടത്തി വിടുമ്പോൾ നമുക്ക് സർക്കുലർ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നു. നമുക്ക് ഇനി സ്പെസിമെൻ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ റോഡിന് പകരം ഡയറക്റ്റ് സ്പെസിമെൻ തന്നെ യൂസ് ചെയ്യുന്നു. ഈ സ്പെസിമെനിൽ കൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ ഒരു സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കിട്ടുന്നു. അങ്ങനെ സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുമ്പോൾ ആ സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. മീൻസ് ഇവിടെ സ്പെസിമെൻ തന്നെയാണ്, സ്പെസിമെനിൽ കൂടെ തന്നെയാണ് കറണ്ട് കടത്തി വിടുന്നത്. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ല എങ്കിൽ ഈ കാണുന്ന രീതിയിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറുണ്ട്. ആ കണ്ടക്ടർ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ ആ കണ്ടക്ടറിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട പാർട്ട് ഈ രീതിയിൽ വെക്കുന്നു. അപ്പോൾ നമുക്കൊരു സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. എന്നിട്ട് നമുക്ക് ഇങ്ങനെയും ടെസ്റ്റ് ചെയ്യാം. അപ്പം സ്പെസിമെൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാം, സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്. അല്ലെങ്കിൽ വേറൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള റോഡ് യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാം. ഈ കാണുന്നതാണ് നമുക്ക് വർക്ക് പീസ് ഉണ്ട്. ആ വർക്ക് പീസിലേക്ക് നമ്മൾ കറണ്ട് സപ്ലൈ ചെയ്യുന്നു. കറണ്ട് സപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സർക്കുലർ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നു. അപ്പോൾ എനിവേ എന്തെങ്കിലും ക്രാക്ക് ഉണ്ട് എങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്രാക്കും ഈ സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇവിടെയും സെയിം കാര്യം തന്നെയാണ്. റോഡിൽ കൂടെ കറണ്ട് പാസ് ചെയ്തു. കറണ്ട് പാസ് ചെയ്യുമ്പോൾ സർക്കുലർ ആയിട്ടുള്ള റെഡ് കളറിൽ കാണുന്ന രീതിയിൽ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നു. ഇനി അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, എന്നിട്ട് അതെങ്ങനെ സ്പെസിമെനിൽ അപ്ലൈ ചെയ്യാമെന്ന് കണ്ടു. ഇനി നമുക്ക് അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൊടുത്തു. അങ്ങനെ നമ്മുടെ സ്പെസിമെനെ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്തു. ഇനി നമ്മൾ അടുത്തത് നമ്മുടെ അയൺ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് പാർട്ടിക്കിൾസിനെ നമ്മൾ സ്പെസിമെനിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ആഫ്റ്റർ മാഗ്നറ്റൈസിങ് ദ പാർട്ട്, മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ആർ അപ്ലൈഡ് ഓൺ ദ സർഫസ് ഫോർ ഇൻസ്പെക്ഷൻ പർപ്പസ്. അപ്പോൾ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്തതിന് ശേഷം ആ മെറ്റീരിയലിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ആ സ്പെസിമെനിലേക്ക് നമ്മൾ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഇടുന്നു. എന്നിട്ട് നോക്കുന്നു എവിടെയാണ് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് കൂട്ടം കൂടുന്നത് അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കുന്നു. എന്നിട്ട് അതിൻ്റെ ബേസിൽ അവിടെ ക്രാക്ക് ഉണ്ട് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. ഇനി ദ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ടു ബി യൂസ്ഡ് മസ്റ്റ് ബി അവൈലബിൾ ഇൻ പൗഡർ ഫോം. അപ്പോൾ പൗഡർ ഫോമിലാണ് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് കിട്ടുക. ഇനി അതിൽ നമ്മൾ ഏതെങ്കിലും കളറിങ് ഏജൻറ്റോ ഡൈയോ ആഡ് ചെയ്താൽ നമുക്ക് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഈസിയർ ആകും. എനിവേ, 2 types of magnetic particles are used on the basis of powder carrier agent. ഒന്ന് ഡ്രൈ പൗഡർ ആൻഡ് വെറ്റ് പൗഡർ. നമ്മളിവിടെ 2 മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് 2 types യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഡ്രൈ ആയിട്ടുള്ളതും ഡ്രൈ പൗഡറും, ഒന്ന് വെറ്റ് പൗഡറും. ഡ്രൈ പൗഡറിൽ നമ്മൾ ഡ്രൈ ആയിട്ട് എയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയർ നമ്മൾ സ്പ്രേ ചെയ്യുന്നു, സപ്ലൈ ചെയ്യുന്നു. ഇനി വെറ്റ് പൗഡർ എന്ന് പറയുമ്പോൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലിക്വിഡ്, ഒരു ലിക്വിഡിൽ ഈ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് സസ്പെൻഡ് ചെയ്ത് നമ്മളത് അജിറ്റേറ്റ് ചെയ്തിട്ട്
നമ്മൾ സ്പ്രേ ചെയ്യുന്നു. ഈ കാണുന്ന രീതിയിൽ നമ്മൾ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് സ്പ്രേ ചെയ്യുന്നു. ഇത് നമ്മൾ ലിക്വിഡായിട്ട് ആ ലിക്വിഡ് സൊല്യൂഷന് അതിനകത്ത് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ സപ്ലൈ ചെയ്യുന്നു. ഈ കാണുന്നതും ലിക്വിഡായിട്ട് സപ്ലൈ ചെയ്യുന്നതാണ്. ഇത് പൗഡേർഡ് ഫോമിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയർ ആയിരിക്കും, അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുന്ന രീതിയിലേക്ക് വളരെ ഫൈനായിട്ടുള്ള പാർട്ടിക്കിൾസാണ്. അപ്പോൾ ഈ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ് ക്യാൻ ബി പെർഫോംഡ് യൂസിങ് ഡ്രൈ പാർട്ടിക്കിൾസ് ഓർ വെറ്റ് പാർട്ടിക്കിൾസ്, മീൻസ് പാർട്ടിക്കിൾസ് സസ്പെൻഡഡ് ഇൻ എ ലിക്വിഡ്. Okay. In the dry method, the particles are lightly dusted onto the surface. With the wet method, the part is flooded with a solution carrying the particles. Dry method നമ്മൾ പാർട്ടിക്കിൾസ് സ്പ്രേ ചെയ്യുന്നു, അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് നമ്മൾ ഇങ്ങനെ ഇടുന്നു. വെറ്റ് മെത്തേഡിൽ നമ്മളത് ഒരു കാരിയർ ആയിട്ടുള്ള ലിക്വിഡിൻ്റെ കൂടെ ഒഴിക്കുന്നു. ഈ കാണുന്നത് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് യോക്കുണ്ട്. നമുക്ക് ഈ രണ്ട് മെറ്റൽ പീസ് ജോയിൻ ചെയ്ത് അവിടുത്തെ വെൽഡ് എങ്ങനെയാണെന്ന് നോക്കണം. അതിനുവേണ്ടി നമ്മൾ ഡ്രൈ ആയിട്ടുള്ള മാഗ്നറ്റിക് പൗഡർ സ്പ്രേ ചെയ്യുന്നതാണ് കാണുന്നത്. ഡ്രൈ മെത്തേഡ്, മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ആർ അപ്ലൈഡ് ഇൻ ഫൈൻ പാർട്ടിക്കിൾ ഫോം. ദ ഡ്രൈ പാർട്ടിക്കിൾസ് ആർ അപ്ലൈഡ് വെൻ ദ സർക്യൂട്ട് ഈസ് സ്റ്റിൽ ഫ്ലോയിങ് ഓൺ ഇറ്റ്. അതായത് വെൻ ദ കറണ്ട് ഈസ് സ്റ്റിൽ ഫ്ലോയിങ് ഓൺ ഇറ്റ്. അതായത് നമുക്ക് എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് വേണം. മെറ്റീരിയൽ മാഗ്നറ്റൈസ് ആയതിന് ശേഷമാണ് നമ്മൾ ഈ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഈ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കണമെങ്കിൽ കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. സോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് സപ്ലൈ ചെയ്തു, കണ്ടിന്യൂസ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഈ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് സപ്ലൈ ചെയ്യുക. അപ്പോൾ ഫെറോ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ആർ സ്പ്രേഡ് ഇൻ പൗഡർ ഫോം ഓവർ ദ മാഗ്നറ്റൈസ്ഡ് കമ്പോണൻറ്റ്. അതായത് പൗഡേർഡ് ആയിട്ടുള്ള അയൺ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫെറോമാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ആണ് നമ്മൾ സപ്ലൈ ചെയ്യുക. യൂസ് ടു എക്സാമിൻ റഫ് സർഫസ് കമ്പോണൻസ്, ലീക്കേജ് ഫീൽഡ് അറ്റ് ഡിസ്കണ്ടിന്യൂറ്റീസ്, ഹോൾ ദ പാർട്ടിക്കിൾസ്. നിങ്ങൾക്കറിയാവുന്ന പോലെ എവിടെയാണോ ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ക്രാക്ക് ഉള്ളത് അവിടെ പാർട്ടിക്കിൾസ് ഒരുമിച്ച് കൂടുന്നു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പാർട്ടിക്കിൾസ് ലൈൻ അപ്പ് എലോങ് ദ ഡിസ്കണ്ടിന്യൂറ്റീസ് ടു ഫോം ദ ഷേപ്പ് ഓഫ് ദ ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ ആ ഡിസ്കണ്ടിന്യൂറ്റിയുടെ ഷേപ്പ് അല്ലെങ്കിൽ അതിൻ്റെ സൈസിനെ ആശ്രയിച്ചിരിക്കും ആ പാർട്ടിക്കിൾസ് കൂടുന്നതിൻ്റെ ആ ഒരു പാറ്റേൺ. ഇനി യൂസ്ഫുൾ ഇൻ ലൊക്കേറ്റിംഗ് ഡിഫക്ട്സ് ബിലോ സർഫസ് ടു ഡെപ്ത് ഓഫ് എ ഫ്യൂ mm. അതായത് ഒന്നെങ്കിൽ സർഫസ് ഡിഫക്റ്റ് അല്ലെങ്കിൽ ബിലോ സർഫസിൽ വരുന്ന എന്ന് വെച്ചാൽ വളരെ ഡെപ്തിലല്ലാത്ത ഡിഫക്റ്റുകൾ ഡിറ്റക്റ്റ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഈ കാണുന്നതെല്ലാം ഡ്രൈ പൗഡറാണ്. ഡ്രൈ പൗഡർ നമ്മൾ ഈ രീതിയിൽ സ്പ്രേ ചെയ്യും, അല്ലെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ആ സ്പെസിമെനിലേക്ക് നമ്മൾ ഇടും. അതാണ് ഈ കാണുന്നത്. അല്ലെങ്കിൽ ഈ രീതിയിൽ ഒക്കെ നമ്മൾ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് സപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ ഈ കളറ് മാറിയിരിക്കുന്നത് നമ്മൾ കളറിങ് ഏജൻറ്റ് യൂസ് ചെയ്യും. അപ്പോൾ റെഡ് കളർ ആണെങ്കിൽ നമുക്ക് എവിടെയാണ് റെഡ് കളറിൽ പാർട്ടിക്കിൾ കൂടിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ദ എക്സസ് പൗഡർ ഈസ് റിമൂവ്ഡ് ഫ്രം ദ സർഫസ് വിത്ത് എ ജെറ്റ് ഓഫ് എയർ വെൻ ദ പാർട്ട് ഈസ് ഇൻ മാഗ്നറ്റൈസ്ഡ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഇട്ടു, അതിനുശേഷം പാർട്ടിക്കിൾ ഒരു സ്ഥലത്ത് കൂടി. അപ്പോൾ കൂടിയ പാർട്ടിക്കിൾസ് അല്ല കൂടിയിരിക്കുന്ന ആ ഒരു പോർഷൻ കാണാൻ വേണ്ടി ബാക്കിയുള്ള മാഗ്നറ്റിക് പാർട്ടിക്കിൾസിനെ എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി അഡ്വാൻറ്റേജസ്, superior to the wet technique for detection of near surface discontinuities. അതുപോലെ highly suitable to inspect large objects, superior particle mobility, easy to remove after inspection. Then disadvantages, cannot be used in confined areas, less accuracy in detection, difficulty to use in overhead magnetizing position, complete coverage of part surface is difficult. Then wet method. Wet method, the particles applied are suspended in a liquid. ഒരു ലിക്വിഡിൽ ഈ പറയുന്ന മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്നു. ഒരു സൊല്യൂഷൻ പോലെ സസ്പെൻഡഡ് സൊല്യൂഷൻ പോലെ ആക്കിയിട്ട് നമ്മൾ ഏത് പാർട്ടാണോ ടെസ്റ്റ് ചെയ്യേണ്ട അകത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ദ ലിക്വിഡ് കാരിയർ സച്ചസ് കെറോസിൻ, അതർ പെട്രോളിയം ഡിസ്റ്റിലേറ്റ്സ് ഓർ വാട്ടർ കണ്ടെയ്നിങ് specially formulated additives can be used. Particles suspended in a liquid carrier are applied simultaneously with the magnetizing current. അപ്പോൾ മാഗ്നറ്റൈസ് ചെയ്ത ആ ഒരു സ്പെസിമെനിലേക്ക് നമ്മൾ ഈ ലിക്വിഡിനെ
സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആ ലിക്വിഡിൽ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. The particle must be carefully and completely dispersed in a liquid bath of proper consistency, color and flash point. ഇനി നമുക്ക് ഈ കാണുന്ന എല്ലാം മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഒരു ലിക്വിഡ് സൊല്യൂഷനിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഇത് നമ്മൾ ആ ലിക്വിഡ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട പാർട്ടിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇനി പാർട്ടിക്കിൾസ് ആർ ഓഫൺ പിഗ്മെൻറ്റഡ് വിത്ത് സ്യൂട്ടബിൾ കളർ ടു പ്രൊഡ്യൂസ് ബെറ്റർ കോൺട്രാസ്റ്റ്. നല്ല കോൺട്രാസ്റ്റിന് വേണ്ടി സ്യൂട്ടബിൾ ആയിട്ട് കളറുകൾ ആഡ് ചെയ്യാം. പിന്നെ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ആർ ഇൻ ദ റേഞ്ച് ഓഫ് 10 to 50 മൈക്രോൺസ്. ഇനി ദിസ് ടെക്നിക്ക് ഈസ് കോമൺലി പ്രിഫേർഡ് യൂസിങ് സ്റ്റേഷനറി ഓർ വെറ്റ്. സ്റ്റേഷനറി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വെറ്റ് ഹൊറിസോണ്ടൽ യൂണിറ്റിലോ നമുക്കിത് യൂസ് ചെയ്യാം. അഡ്വാൻറ്റേജസ്: സർഫസ് ഓഫ് ദ പാർട്ട് ക്യാൻ ബി ഈസിലി കവേർഡ്. ലിക്വിഡ് കാരിയർ പ്രൊവൈഡ്സ് മൊബിലിറ്റി ടു ദ പാർട്ടിക്കിൾസ്. പാർട്ടിക്കിളിനൊരു മൊബിലിറ്റി കിട്ടാൻ ലിക്വിഡ് കാരിയർ ഹെൽപ്പ് ചെയ്യുന്നു. ബെസ്റ്റ് റിസൾട്ട്സ് ആർ പോസിബിൾ ഇൻ ഡിറ്റക്ഷൻ ഓഫ് വെരി സ്മോൾ ക്രാക്സ്. ഗ്രേറ്റ്ലി ഇംപ്രൂവ്ഡ് മൊബിലിറ്റി ഓഫ് ദ പാർട്ടിക്കിൾസ്. സസ്പെൻഷൻ വിൽ അഡ്ഹെയർ ടു ദ കോംപ്ലക്സ് ഷേപ്പ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പ് ആണെങ്കിൽ നമ്മൾ ഡ്രൈ മെറ്റീരിയൽ സ്പ്രേ ചെയ്താൽ എല്ലായിടത്തും എത്തണമെന്നില്ല. ലിക്വിഡ് ആകുമ്പോൾ അത് എല്ലായിടത്തും കൂടെ കയറി ഇറങ്ങി എല്ലായിടത്തും അത് വെറ്റാവുന്നതുകൊണ്ട് തന്നെ എല്ലായിടത്തും പാർട്ടിക്കിൾസ് ഉണ്ടാകും. കാണുന്ന രീതിയിൽ കണ്ടോ, നമ്മൾ ആ ലിക്വിഡിനെ ഏതാണോ ആ പാർട്ടിലേക്ക് സ്പ്രേ ഒഴിക്കുന്നു. ഇനി ഫ്ലൂറസൻ മെത്തേഡ്, അതായത് നമ്മൾ ലിക്വിഡ് പെനട്രൻറ്റ് ഇൻസ്പെക്ഷനിൽ പഠിച്ച പോലെ തന്നെ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷനിലും ഫ്ലൂറസൻ മെത്തേഡുണ്ട്. ഇവിടെ ദ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ആർ കോട്ടഡ് വിത്ത് എ ഫ്ലൂറസൻ ഡൈ. അതായത് മാഗ്നറ്റിക് പാർട്ടിക്കിളിനെ നമ്മളൊരു ഫ്ലൂറസൻ ഡൈയുമായിട്ട് കോട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മളത് സ്പെസിമെനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് എവിടെയാണോ കൂടുന്നത് ആ കൂടിയിരിക്കുന്ന പോർഷൻ നമ്മൾ UV ലൈറ്റ് ഉപയോഗിച്ച് നോക്കുമ്പോൾ അത് അത്രയും കൂടിയിരിക്കുന്ന പോർഷൻ നല്ല ബ്രൈറ്റ് ആയിട്ട് കാണുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ആ ഒരു പോർഷനിൽ അയൺ പാർട്ടിക്കിൾസ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തോ ക്രാക്ക് ഉണ്ട് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. സർഫസ് ഫിനിഷ് ഓഫ് ടെസ്റ്റിംഗ് കമ്പോണൻറ്റ് ഷുഡ് ബി ഫൈൻ. കമ്പോണൻറ്റ്സ് ആർ ഇൻസ്പെക്റ്റഡ് അണ്ടർ UV ലൈറ്റ്. എക്സ്ട്രീംലി സെൻസിറ്റീവ് ടു ഫൈൻ ഷാലോ ഡിസ്കണ്ടിന്യൂറ്റീസ്. അതായത് വളരെ ഫൈനായിട്ടുള്ള ഡിസ്കണ്ടിന്യൂറ്റീസ് പോലും എഫക്റ്റീവായിട്ട് ക്യാപ്ചർ ചെയ്യാൻ ഫ്ലൂറസൻ മെത്തേഡ് ഉപയോഗിച്ച് സാധിക്കുന്നു. പർട്ടിക്കുലർലി സൂട്ടബിൾ ഇൻ ലൊക്കേറ്റിംഗ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഇൻ കോർണേഴ്സ്, കീവേസ്, സ്പ്ലൈൻസ്, ഡീപ്പ് ഹോൾസ്. ഓക്കെ, അപ്പോൾ അതാണ് ഫ്ലൂറസൻ മെത്തേഡ്. അപ്പോൾ ഫ്ലൂറസൻ മെത്തേഡിൽ നമ്മൾ നേരത്തെ ലിക്വിഡ് പെനട്രൻറ്റ് ഇൻസ്പെക്ഷനിൽ കണ്ടപ്പോൾ തന്നെ ഇവിടെയും UV ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബ്രൈറ്റായിട്ട് എവിടെയാണോ ഈ ഫ്ലൂറസൻ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നമ്മൾ അയൺ പാർട്ടിക്കിൾസിൽ ഫ്ലൂറസൻ മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുള്ള ആ പാർട്ടിക്കിൾസ് എവിടെയാണോ അക്യുമുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ പോർഷൻ നമുക്ക് വളരെ കൂടിയ ബ്രൈറ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാകും ആ ഒരു പോർഷനിൽ ക്രായ്ക്കോ എന്തെങ്കിലും ഉണ്ടെന്നുള്ളത്. ഇനി നമുക്ക് മാഗ്നറ്റൈസേഷൻ രണ്ട് രീതിയിൽ നടത്താം. കണ്ടിന്യൂസ് മെത്തേഡും റെസിഡുവൽ മെത്തേഡും. കണ്ടിന്യൂസ് മെത്തേഡ് മീൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ അപ്ലൈയിങ് ദ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് വൈൽ കറണ്ട് ഈസ് ഫ്ലോയിങ്. അതായത് നമുക്ക് ഒരു മാഗ്നറ്റിക് യോക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ മാഗ്നറ്റിക് യോക്കിലേക്ക് കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്യുന്നിടത്തോളം കാലം അത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് നമ്മൾ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്യുന്നു. ഈ അപ്ലൈ ചെയ്യുന്ന സമയത്തും നമ്മൾ കറണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി റെസിഡ്യുവൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് യോക്കോ പെർമനൻറ്റ് മാഗ്നറ്റോ ഉപയോഗിച്ച് മാഗ്നറ്റൈസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് യോക്ക് അല്ലെങ്കിൽ കറണ്ട് സപ്ലൈ ഒക്കെ നിർത്തുന്നു. കാരണം ആ മെറ്റീരിയലിനകത്ത് അപ്പോൾ ഒരു റെസിഡ്യുവൽ മാഗ്നറ്റിസം ഉണ്ട്. എന്നിട്ട് നമ്മൾ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആ റെസിഡ്യുവൽ മാഗ്നറ്റിസത്തിൻ്റെ എഫക്റ്റ് മൂലം എന്ത് ചെയ്യുന്നു, നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നു. കണ്ടിന്യൂസ് മെത്തേഡിൽ ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് അത് കറണ്ട് മൂലമാണ് അത് പോസിബിൾ ആകുന്നത്. ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് മൂലം നമ്മൾ സ്റ്റഡി ചെയ്യുന്നെങ്കിൽ ഇവിടെ ആ മെറ്റീരിയൽ ആദ്യം മാഗ്നറ്റൈസ് ചെയ്തപ്പോൾ അതിനകത്തുണ്ടായ ഒരു റെസിഡ്യുവൽ മാഗ്നറ്റിസത്തിൻ്റെ എഫക്റ്റ് മൂലം നമ്മൾ ആ ഒരു സ്പെസിമെൻ ടെസ്റ്റ് ചെയ്യുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ് മെത്തേഡിൽ നമ്മൾ ഒരു മെറ്റീരിയൽ സ്പെസിമിൻ എടുക്കുമ്പോൾ ആ സ്പെസിമിൻ ആദ്യം ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ കാരണം അതിനകത്ത് റെസിഡ്യൂവൽ മാഗ്നറ്റിസം ഉണ്ട് എങ്കിൽ നമ്മുടെ അത് ഇൻസ്പെക്ഷനെ അത് ബാധിക്കും. പിന്നെ ആ ഒരു മെറ്റീരിയൽ കണ്ടിന്യൂസ് മെത്തേഡിൽ കൊണ്ടുപോയി എഗെയിൻ മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ ഇൻസ്പെക്ഷനിൽ എററുകൾ വരാം. അപ്പോൾ അതുകൊണ്ടാണ് അത് ആദ്യം ഡീമാഗ്നറ്റൈസ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കണ്ടിന്യൂസ് മെത്തേഡും റെസിഡ്യൂവൽ മെത്തേഡും. അപ്പോൾ റെസിഡ്യൂവൽ മെത്തേഡ് ഈസ് ലെസ് സെൻസിറ്റീവ് ദാൻ ദ കണ്ടിന്യൂസ് മെത്തേഡ്. ഇനി ഇലുമിനേഷൻ. നമുക്കറിയാം ഡൈ കോട്ട് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ആയാലും അല്ലെങ്കിൽ ഫ്ലൂറസൻ മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ആയാലും നമുക്ക് വിസിബിലിറ്റി പ്രോപ്പർ ആണെങ്കിൽ പ്രോപ്പർ ഇലുമിനേഷൻ വേണം. ഡൈ കോട്ടഡ് ആണ് എങ്കിൽ പ്രോപ്പർ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഡേ ലൈറ്റ് പ്രോപ്പറായിട്ട് വേണം. ഇനി ഫ്ലൂറസൻ മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ യു വി ലൈറ്റ് പ്രോപ്പറായിട്ട് കൊടുത്തുകൊണ്ട് നമുക്കത് പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കണം. So to identify magnetic particles attracted near the defects, illumination is necessary. Ordinary light is sufficient for dye-coated particles. ഇനി ഓർഡിനറി ലൈറ്റ് നമുക്ക് അത്ര പോരായെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള LED ഹാലജൻ ബൾബോ യൂസ് ചെയ്യാം. ഇനി ഫ്ലൂറസൻറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ യു വി ലൈറ്റ് ഈസ് യൂസ്ഡ്. കാരണം യു വി ലൈറ്റ് ഉപയോഗിക്കുമ്പോഴേ നമുക്ക് എവിടെയൊക്കെയാണ് ബ്രൈറ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് പാർട്ട്, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഇൻഡിക്കേഷൻസ്. ആഫ്റ്റർ അപ്ലൈയിങ് ദ മാഗ്നറ്റിക് ഫീൽഡ്, ഇൻഡിക്കേഷൻസ് ദാറ്റ് ഫോം മസ്റ്റ് ബി ഇൻ്റർപ്രറ്റഡ്. അപ്പോൾ നമ്മൾ സ്പെസിമെൻ ടെസ്റ്റ് ചെയ്തു, അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു പോർഷനിൽ ക്രാക്കുള്ള പോർഷനിൽ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അട്രാക്റ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ അവിടെ കൂടിയിരിക്കുന്നത് കണ്ടു. ഇനി അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം. അവിടെയും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു NDT ഇൻസ്പെക്ടർക്ക് മാത്രമേ ആ ഒരു അക്യുമുലേഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് കൂടിയിരിക്കുന്നതിനെ അത് ഏത് ടൈപ്പ് ക്രാക്കാണ് അല്ലെങ്കിൽ എന്താണത് എന്നുള്ളത് പൂർണ്ണമായും ഇൻസ്പെക്റ്റ് ചെയ്തിട്ട് പറയാൻ സാധിക്കും. ഇനി അതുമാത്രമല്ല, ആ ഇൻസ്പെക്ടർക്ക് അത് വ്യക്തമായി പറയാൻ സാധിക്കണം വെദർ ദ ഇൻഡിക്കേഷൻ ഈസ് റിലവൻറ്റ് ഓർ നോൺ റിലവൻറ്റ് എന്ന് പറയാൻ സാധിക്കണം. അപ്പോൾ അങ്ങനെ പറയാൻ സാധിക്കണമെങ്കിൽ ദ ഇൻസ്പെക്ടർ മസ്റ്റ് ബി എ ട്രെയിൻഡ് വൺ. ആഫ്റ്റർ മാഗ്നറ്റൈസേഷൻ ആൻഡ് സ്പ്രെഡിങ് ഓഫ് പൗഡർ, ഇൻഡിക്കേഷൻസ് ആർ അപ്പിയേർഡ് ഓൺ ദ സർഫസ് ഓഫ് ഇൻസ്പെക്ഷൻ ഡ്യൂ ടു പൈലിംഗ് അപ്പ് ഓഫ് മാഗ്നറ്റിക് പൗഡർ അറ്റ് ദ ഡിഫക്റ്റീവ് ഏരിയ. അപ്പോൾ എവിടെയാണോ ക്രാക്ക് ഉള്ളത് അവിടെയായിട്ട് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് പൈലപ്പ് ചെയ്യുന്നു, മീൻസ് കൂടിയിരിക്കുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ട് ആ ഒരു ഇൻഡിക്കേഷൻ്റെ ബേസിലായിരിക്കും നമ്മൾ ഫർദർ ആ മെറ്റീരിയൽ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ അതിനകത്തുള്ള ക്രാക്ക് എത്ര സീരിയസ് ആണ് അല്ല എന്ന് തീരുമാനിക്കുന്നത്. ഇറ്റ് ഈസ് ദ ടാസ്ക് ഓഫ് ദ എക്സാമിനർ ടു ഇവാലുവേറ്റ് ദ കോസ് ഓഫ് ദ ഇൻഡിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതെല്ലാം എക്സാമ്പിൾസാണ് ഫ്ലൂറസൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്. വെറ്റ് പാർട്ടിക്കിൾ മെത്തേഡാണ് അത്, ഫ്ലൂറസൻ മെത്തേഡാണ് ഉപയോഗിക്കുമ്പം കേട്ടോ. ഈ കാണുന്ന ബ്രൈറ്റ് ആയിട്ടുള്ള ഈ ഒരു സ്പോട്ടൊക്കെ ക്രാക്ക് എന്ന രീതിയാണ് കാണിക്കുക. അതുപോലെ തന്നെ ഈ കാണുന്ന ബ്രൈറ്റ് സ്പോട്ട് ഇതെല്ലാം ഫ്ലൂറസൻറ്റ് വെറ്റ് പാർട്ടിക്കിൾ മെത്തേഡാണ്. ഇവിടെ ഈ കാണുന്ന സ്പോട്ടുകളൊക്കെയും ക്രാക്ക് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റീസ് ആണ്. ഡിസ്കണ്ടിന്യൂറ്റീസ്. അതുപോലെ ഇത് ഡ്രൈ പൗഡറാണ്. കണ്ടു, ഡ്രൈ പൗഡർ ഇവിടെയായിട്ട് അക്യുമുലേറ്റ് ചെയ്തു. അപ്പം നമുക്കിത് ഒരു കളേർഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ആണ് എങ്കിൽ നമുക്കിത് എളുപ്പം മനസ്സിലാവും, കാണാൻ സാധിക്കും. ഇത് ഓരോ ഡിഫക്റ്റ് എന്താണോ ആ ഡിഫക്റ്റ് അനുസരിച്ചുകൊണ്ട് ആ ഡിഫക്റ്റിൽ എങ്ങനെയാണ് ഇതൊക്കെ കാണുന്നത് എന്നുള്ളതാണ് കാണിക്കുക. ഈ രീതിയിൽ ക്രാക്ക് ഉണ്ട്. ഓരോ ഡിഫക്റ്റും ഇപ്പോൾ ത്രോട്ട് ആൻഡ് ടോ ക്രാക്സ് ഇൻ പാർഷ്യലി ഗ്രൗണ്ട് വേൾഡ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എങ്ങനെ ഡീമാഗ്നറ്റൈസേഷൻ ഒരു മെറ്റീരിയൽ ഇപ്പോൾ നമുക്ക് MBA ടെക്നിക്ക് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ ടെസ്റ്റിംഗ് കഴിഞ്ഞാലും നമുക്ക് ഡീമാഗ്നറ്റൈസ് ചെയ്യണം. ഇനി അതല്ല, ടെസ്റ്റിങ്ങിന് മുമ്പായാലും ഡീമാഗ്നറ്റൈസ് ചെയ്യണം. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.